കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. ഷിബിലയുടെ കഴുത്തിലേറ്റ കുത്താണ് മരണകാരണമെന്ന് വ്യക്തമായി. യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷിബിലയുടെ രക്ഷിതാക്കളുടെ ആരോഗ്യനില തൃപ്തികരം. പിണങ്ങിക്കഴിയുകയായിരുന്നു ഷിബിലയും യാസിറും. അതിനിടെയാണ് ഷിബില താമരശ്ശേരി പോലീസിൽ യാസിറിനെതിരെ പരാതി നൽകിയത്. തനിക്ക് ഭർത്താവിൽ നിന്നും ഭീഷണിയുണ്ടെന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. യാസിറിനെതിരെ പരാതി നൽകിയതാണ് വൈരാഗ്യത്തിന് കാരണം. കേസിൽ പോലീസ് കൃത്യമായ നടപടിയെടുക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്ന് ഷിബിലയുടെ പിതാവിന്റെ സുഹൃത്ത് പറഞ്ഞു. ഇവൻ ആദ്യം ഡ്രഗിന് അഡിക്റ്റാ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഡ്രഗിന് അഡിക്റ്റാ. പക്ഷേ ഈ പാവം പെണ്ണ് അറിഞ്ഞിട്ടില്ല. ശക്തമായ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് പാർട്ടി നേതാക്കളടക്കം പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അതിനൊരു പ്രതികരണവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സ്ഥിരമായി ലഹരിക്കടിമയായ യാസിർ കൃത്യം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഷഹബാസിന്റെ മരണത്തെ തുടർന്നാണ് കേസെടുക്കാൻ വൈകിയതെന്നും താമരശ്ശേരി പോലീസ് പറഞ്ഞു. പ്രണയവിവാഹം നടത്തിയ യാസിറും ഷിബിലയും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഷിബിലി പരാതി നൽകിയതിനെ തുടർന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും സർട്ടിഫിക്കറ്റുകൾ കൈമാറാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ യാസിർ ഷിബിലയുടെ വീട്ടിലെത്തി സർട്ടിഫിക്കറ്റുകൾ കൈമാറി. തുടർന്ന് വൈകിട്ടെത്തി സലാം ചൊല്ലി പിരിയാമെന്നറിയിച്ചു. നോമ്പ് തുറന്നതോടെ യാസിർ എത്തുകയും വീടിന് പുറത്തേക്ക് ഷിബിലയെ വലിച്ചിഴച്ച് കുത്തുകയുമായിരുന്നു. തടയാൻ ചെന്ന നാട്ടുകാരനു നേരെ ഇയാൾ കത്തിവീശുകയും ചെയ്തു. ശരീരത്തിൽ 11 മുറിവുകൾ കണ്ടെത്തി. കഴുത്തിൽ ആഴത്തിലുള്ള 2 മുറിവുകളും. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. അവരെ വലതുവശത്താണ് മുറിവുള്ളത്. 3 മുറിവുണ്ട്. ഒന്ന് ചെവിൻ്റെ ഈ ഭാഗം, രണ്ടാമത്തത് ഇവിടെ. ഈ കത്തി കുത്തിക്കയറ്റി വലിച്ചിട്ടാണ്. അങ്ങനെയുള്ള ആഴത്തിലുള്ള മുറിവിൽ അത് എന്ന് വെച്ചാൽ അവിടുന്ന് തന്നെ ശരിക്കും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം. കുറ്റകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ യാസിറിനെ കഴിഞ്ഞ ദിവസം രാത്രി മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിനടുത്തായിരുന്നു നാട്ടുകാർ കണ്ടെത്തിയത്. ഭാര്യ പിതാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഈങ്ങാപ്പുഴയിൽ എത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യം തടയാൻ താമരശ്ശേരി പഞ്ചായത്ത് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതുപ്പാടിയിൽ പ്രത്യേകമായ സർവകക്ഷി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ വാർഡിലും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കുകയും ആ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു ജനകീയമായ ഒരു ഇടപെടൽ വളരെ ശക്തമായി പുതുപ്പാടിയിൽ നടന്നു വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷിബിലയുടെ മാതാപിതാക്കളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കേസിൽ ഉൾപ്പെട്ട യാസിറും താമരശ്ശേരിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ ആഷിഖും സുഹൃത്തുക്കളാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.